ഹലോ, അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നീ എവിടെ എന്നെ നിർത്തി? ഞാൻ അങ്ങനെ തന്നെയാ, അതേപോലെ തന്നെയാ. അപ്പൊ എല്ലാരും ഓണായിട്ട് അടിപൊളിയായെന്ന് വിചാരിക്കുന്നു. എല്ലാരും കുട്ടി ഓണം പറയട്ടെ. ഹാപ്പി ഓണം. ഓണം എല്ലാവർക്കും പറ. ഒരു പെങ്കിസോത്ത്. അപ്പൊ എല്ലാവരും ഓണം അടിപൊളിയാവട്ടെ. എല്ലാരും തിരക്കിലായിരിക്കും. ഞങ്ങൾ നല്ല തിരക്കിലായിരുന്നു. കാരണം ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കിലായിരുന്നു. രാവിലെ 6 മണിയാകുമ്പോഴാണ് അച്ഛനമ്മയ്ക്ക് വന്നിട്ടാ. തൽക്കാലത്തേക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു 6 മണി വരയ്ക്ക്. അത് കഴിഞ്ഞാൽ ഒരു വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകും. അവിടെ കാത്തുമ്പോൾ രാത്രി ഫുള്ളും ഛർദിയും പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഉറക്കിയിട്ടില്ല. അവളെ എന്നെ വിളിച്ചിട്ട് അപ്പാ അപ്പൊ ഞാൻ എന്താ കാത്തോ ഇപ്പൊ 2 ചുമ നോക്കി അങ്ങനെ ചുമച്ച് അല്ല കാത്തോ വായന്ന് വല്ലക്ക്. പക്ഷെ രാവിലെ ഇപ്പൊ മരുന്ന് കഴിച്ചപ്പോ ഒന്ന് ഉഷാറ് വന്നു കിട്ടാ. പിന്നെ കുണിക്കീനും കുണുക്കനൊക്കെ കൂടെ കളിക്കാൻ തുടങ്ങിയപ്പോ 30 ഉഷാറായിട്ട് പവറായിട്ട്. അതിന്റെ ഉടുപ്പ് കാണിച്ചോത്തെ നേരെ കൈ വെച്ചു. നേരെ കൈ നേരേക്ക്. ആ ഇന്ന് കുട്ടി മുണ്ടും ബനിയനൊക്കെ അല്ലേ. നമ്മള് പട്ടുവാട അടിച്ചിട്ടുണ്ട്. ആ പട്ടുവാട മാമുണ്ണാണ് നേരത്തെ ഇടാനാട്ടാ. മാമനും മേമയും എല്ലാരും മൂന്നാളും ഒരേപോലെയാണ് ഡ്രസ്സ്. നമ്മൾ പൂക്കൾ ഇടാൻ പോവാണ്. അപ്പം അതിൻ്റെ മുന്നത്തെ രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ട് നല്ല ഉറക്കം വേണ്ട. കാരണം ഇപ്പൊ അതൊന്ന് കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങി 2 മിനിറ്റ് ഇറങ്ങിട്ട് കാരണം ഇവളെന്നെ ഉറക്കിയിട്ടില്ല. ഇങ്ങനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് പിന്നെ വയ്യാത്തല്ലേ നമുക്ക് തന്നെ ഇതാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവളെ ഓക്കെ ആവണം. അല്ലാത്ത മരുന്ന് കുടിക്കാനൊക്കെ ഭയങ്കര മടിയായി. ഇപ്പൊ കുണിക്ക് കരയണ കണ്ടിട്ട് അത് അവൾക്ക് അതേപോലെ തന്നെ കുണിക്ക് മരുന്ന് കുടിക്കുന്ന നേരമാകുമ്പോ വെള്ളം അങ്ങോട്ട് ഇങ്ങനെ ഓളിയിടും. അതേപോലെ തന്നെ മരുന്ന് എടുത്തോണ്ടിരിക്കും. അമ്മ ഉമ്പ നണ്ട് വീണു. അതേപോലെ തന്നെ ഇത് കരയിച്ചില്ല. എന്താണോ കുണിക്ക് ചെയ്യുന്ന സെയിം അതേപോലെ തന്നെ കാത്തുമ്മ മരുന്ന് കഴിക്കുന്ന നേരത്ത് കരച്ചിലിന്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു. ഡ്രസ് ചെയ്യുന്നുണ്ട് എന്ന് പറയണേ. ഞാൻ ചുരിദാറാണ് ഈ പ്രാവശ്യം. എല്ലാ പ്രാവശ്യം സെറ്റ് കൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ചുരിദാർ ഇട്ടു. പിന്നെ നമ്മുടെ ഓണത്തിന്റെ വീഡിയോ യൂട്യൂബിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ഞാൻ റീലിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഇന്നാണ് കിട്ടിയത്. കാരണം നമ്മൾ 2-ാം തീയതിയാണ് ഷൂട്ട് ചെയ്തിട്ട് അന്ന് വൈകിട്ട് തന്നെ അവൻ തമിഴ്നാട് വർക്ക് ഉണ്ടായിരുന്നു. അവന് കുറ്റം പറയാൻ പറ്റില്ല. നമ്മളും ലേറ്റ് ആയിട്ട് ലാസ്റ്റ് നിമിഷമാണ് നമ്മൾ ഷൂട്ട് വെച്ചത്. പക്ഷെ അവൻ നമുക്ക് ലാസ്റ്റ് നിമിഷം അത് വന്ന് കേറി ഒരു 5 മണി 6 മണി വരെ പുലർച്ചെ നിന്നിട്ടാണ് അവൻ എഡിറ്റ് ചെയ്തത്. അതിന്റെ ഇത് ഭയങ്കര ഇത് തന്നെയായിരുന്നു. അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ആ വീഡിയോ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കമന്റ് ചെയ്യണം. പിന്നെ പൊന്നുന്റെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നമ്മള് ദുബായ് എല്ലാവർക്കും ഇവിടുന്ന് വരുമ്പോ അവർക്ക് മാത്രം ദുബായ് ഇന്റർനാഷണൽ ലെവലിലെ കോസ്റ്റ്യൂമാണ് അവളുടെ. വേറെ ഒന്നല്ല, മുന്നേ വീഡിയോ നമ്മൾ ഇട്ടുണ്ടായിരുന്നല്ലോ. നമ്മളെ ഒരു റിലേറ്റീവിന്റെ ഷോപ്പ് ഉണ്ട്, എന്റെ ചേട്ടന്റെ ഷോപ്പ് ഉണ്ട്, ബുട്ടിക്കാണ്. അപ്പൊ അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന കേട്ടാ. അപ്പൊ ഷോപ്പിന്റെ ഡീറ്റെയിലും കാര്യം കൊടുക്കാം. ശരിക്കും എവിടെയാണ്? ഷാർജയിലല്ലേ. ഞാൻ അന്ന് പഠിച്ചു വെച്ചിരുന്ന സ്ഥലം മൊത്തം വീഡിയോയിൽ പറയാൻ പിന്നെ മറന്നു കിട്ടാ. ഷാർജയിലാണ് വരുന്നത്. ഞാൻ എന്റെ ഡീറ്റെയിൽസ് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്റെ ജസ്റ്റ് അളവിലാണെങ്കിൽ അവരൊക്കെ ചെയ്തിരുന്നു. സെറ്റ് ചെയ്യേണ്ട പോലെ വന്നല്ലേ, കറക്റ്റ് ആണ് കേട്ടാ. ഫുള്ള് കാണിച്ചത്. അപ്പൊ ഓണത്തിന്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് പൂവിടാനുള്ള പൂവും കാര്യങ്ങളൊക്കെ അവിടെ കുറച്ച് പൂ വാങ്ങിയിട്ടു. കാരണം ഇന്നലെ അച്ഛനും അമ്മയും കൂടി പോയിട്ട് വാങ്ങിയതാണ്. ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ഏകദേശം എല്ലായിടത്തും കഴിഞ്ഞു. അപ്പോൾ രാവിലെ പോവാന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു വേണ്ട, ഉള്ളതുകൊണ്ട് നമുക്ക് മതി, കൂടുതൽ ഇതാക്കണ്ട വെച്ചിട്ട്. അപ്പോൾ ആ കാണുന്ന കുറച്ച് പൂക്കളും കാര്യങ്ങളും മാത്രം തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ഇന്ന് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കൂല. കാരണം കുണിക്കീന് ഇനി അപ്പയ്യ ഇങ്ങനെ കൈകൊട്ട് ഇനി അവർക്ക് വൈകിട്ട് പോകണം. അപ്പോൾ പൂക്കളാടാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ മുന്നത്തെ കുറച്ച് ഭാഗങ്ങൾ എല്ലാം ഫുള്ളായിട്ടില്ല, എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ അപ്പയത് വീഡിയോസിൻ്റെ ഇടയിൽ കയറ്റാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം.
അപ്പം എൻ്റെ ഈ പ്രസ്താവന കൂടി ഇതാട്ടാ. അപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ട് കുളിക്കാൻ പോവുകയാണ്. ഈ ഡ്രസ്സ് ഗൾഫിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേച്ചാണ്. അവിടുത്തെ ഒരു അടിപൊളി ബുട്ടിക്കില്ല. അവിടെ നമ്മൾ ഏത് മോഡൽ പറഞ്ഞാലും അവർ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് തരും. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു മോഡൽ. ഈ ഷോപ്പ് ഇന്ന് ഷാർജയിൽ കിച്ചേഴ്സ് റോഡിലാണ് കേട്ടോ. അവിടെയുള്ള ഡിയർ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴത്താണ് ഈ ഷോപ്പ്. ഇതിൻ്റെ പേര് വരുന്നത് സിഗ്നേച്ചർ എന്നാണ്. അടിപൊളിയായിട്ട് സ്റ്റിച്ചിങ് മാത്രമല്ല സാരി ആണെങ്കിലും അതേപോലെ ചുരിദാർ മെറ്റീരിയൽ അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ അവിടെയുള്ളവരാണെങ്കിൽ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് നോക്കുക. അടിപൊളി ഷോപ്പാണ്. അപ്പോൾ എന്തായാലും അവരുടെ നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുക്കാം. പിന്നെ ഞാൻ ഡ്രസ്സെല്ലാം മാറിയിട്ട് എൻ്റെ മേക്കപ്പ് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓണത്തിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കേണ്ടതല്ലേ. അപ്പോഴേക്കും ഏട്ടൻ കുണിക്കുമോളെയും കുണിക്കനെയും വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. കുണിക്കുമോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങിയതാട്ടോ. അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. ഇപ്പോൾ മരുന്നെല്ലാം കഴിക്കുന്നതുകൊണ്ട് കാത്തും എത്ര മരുന്ന് കഴിച്ചാലും അവൾക്ക് വലിയ ക്ഷീണമൊന്നും കാണാനില്ല. അതാണ് അവളെ വ്യത്യാസം. പിന്നെ താജ കുറച്ച് കുങ്കുമൊക്കെ ഇട്ടു. അപ്പോൾ എൻ്റെ പരിപാടി കഴിഞ്ഞ് നമുക്ക് കാത്തുമിന്നെ റെഡിയാക്കാം. അപ്പോൾ ഇത് അമ്മാമ്മ എടുത്ത് അമ്മാമ്മ കുട്ടിക്ക് എടുത്ത് ഉണക്കോടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ ഇടിയിക്കാന്ന്. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാൻ ഒന്നിനും ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം അത് ഇടിയിച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട. നാളെ ബേബിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഞാൻ 3 ആൾക്കൊരു ബനിയന്, ഞങ്ങളെല്ലാം കൂട്ടിയിട്ടാണ് പോയത്, 3 ആൾക്കൊരു ബനിയനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ഞാൻ ബനിയനും മുണ്ടുടുപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഉടുപ്പ് വേഗം ഊരിയിട്ടാ. എന്നിട്ട് ഞാൻ മുണ്ടുടുപ്പിക്കാമെന്ന് വെച്ചു. അമ്മാമ്മ മുണ്ടും കൊണ്ടുവന്നപ്പോൾ അവൾക്കത് ഉടുക്കണ്ട. കുട്ടീൻ്റെ കുട്ടീനെ ഉടുപ്പിടിക്കില്ല, ഇത് മാത്രം ഉടുപ്പിച്ചിട്ട് അവൾ പെറ്റിക്കുക എന്നാണ്. പിന്നെ ഒരുവിധം പിടിച്ച് നിർത്തിയാളെ ബനിയനും മുണ്ടൊക്കെ ഉടുപ്പിച്ചതും മാമൻ്റെ പണ്ടത്തെ മുണ്ടാട്ടാം. അങ്ങനെ അതാ കാത്തുമ്മ റെഡി ആയപ്പോൾ നമ്മൾ കാത്തുമ്മനെ സന്തോഷിപ്പിക്കാനായിട്ട് കൈയൊക്കെ കൊട്ടി. അവൾക്കിങ്ങനെ നമ്മൾ സുന്ദരി പെണ്ണേന്ന് പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതാ മുണ്ടൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി. മാമന് കാണിച്ചു കൊടുക്കുന്നു. മാമ ഇട്ടിട്ടില്ലല്ലോ, മാമനും ഇങ്ങനത്തെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പം മാമ ഇട്ടിട്ടില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ തന്നെ കുണിക്കൊക്കെ കുളിക്കാൻ പോവുകയാണ്. പിന്നെ അതാ എൻ്റെ ഫേസ് ഇങ്ങനെയായിരുന്നു. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ചെറു ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്ക്, കുങ്കുമം ഇതന്നെയാണ് ഞാൻ ഇന്നിട്ടുള്ളത്. പക്ഷെ എനിക്കെന്തോ ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോഴേക്കും നമ്മളെ കാത്തുമ്മയ്ക്ക് വെച്ചെന്ന് തുടങ്ങി. അപ്പോൾ കാത്തുമ്മയ്ക്ക് ഫുഡ് കൊടുത്തിട്ടാണ് നമുക്ക് മരുന്ന് കൊടുക്കുക. അതൊക്കെ 3-4 മരുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്ത് തീരുമ്പോൾ ഉച്ചയാവും. അപ്പോൾ ഞാൻ വേഗം തന്നെ ആൾക്കുള്ള ഫുഡ് എടുത്തു. അപ്പോൾ ഇന്ന് രാവിലേക്ക് നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും പഴം പുഴുങ്ങിയതാട്ടോ. അപ്പോൾ പിന്നെ പഴം പുഴുങ്ങിയതൊന്നും കാത്തു കഴിക്കില്ല. അവൾക്ക് അവന് മധുരമൊന്നും ഇഷ്ടമല്ല. ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും എടുത്തു. എന്നിട്ട് ഞാൻ നേരെ പുറത്ത് പോയിരുന്നു. കാരണം അകത്തിരുന്ന് ഞാൻ അവൾ പ്ലേറ്റിൽ കൈയിട്ട് വിളമ്പി എൻ്റെ ഡ്രസ്സ് മൊത്തമാക്കും. വൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല ശ്രദ്ധിച്ചിട്ടാണ് കൊണ്ട് നടക്കുന്നത്. ഉച്ചയ്ക്ക് ഫോട്ടോ എടുക്കണമായിരിക്കും വേണേ. അങ്ങനെ ഞാൻ കാത്തമ്മയ്ക്ക് ഫുഡൊക്കെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അവൾക്ക് ഫുഡ് കഴിക്കാണ്ട് മുന്നേ വെള്ളം കുടിക്കണം. ഞാനും ഇങ്ങനെയാട്ടെ, ഞാൻ നന്നായി ഫുഡ് കഴിക്കുമ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കും. ചിലർ തീരെ വെള്ളം കുടിക്കില്ല, പക്ഷെ ഞാൻ നന്നായി കുടിക്കും. അതേപോലെ നമ്മളെ കാത്തുമ്മയും അവൾക്ക് അടുത്ത് അപ്പോഴും വെള്ളം വേണം. അങ്ങനെ അവൾക്ക് വെള്ളം കൊടുത്തു, ഫുഡൊക്കെ കഴിക്കാനും. പിന്നെ ആശാത്തി കുട്ടികൾ എന്തിയുണ്ടല്ലോ ഇങ്ങനെ കാണുമ്പോൾ അങ്ങോട്ടും ഇവിടെ നടക്കുക. മൂപ്പർക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാട്ടാ. പിന്നെയുള്ള എൻ്റെ ഒരു അടവ് ഇങ്ങനെ മുത്തശ്ശി ഉറങ്ങണ പോലെ കാണിക്കുമ്പോൾ കള്ളിപ്പൂച്ച ഒന്ന് കട്ടുകൊണ്ട് പോയില്ലേ, ആ കള്ളിയാണ്. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടം. അതാകുമ്പോൾ അവൾ മതിയായിക്കാലും ഒരു 5-8 ആയ അങ്ങനെ കഴിച്ചോളും. കഴിക്കണല്ലേ? മുണ്ട് വിട്, മാമന്റെ അടുത്തേക്ക് കൈ പിടിച്ചിട്ട് സൂപ്പറായിട്ട് ഇട്ടാ മാമനെ മൂക്ക് മൂക്ക്. പിന്നെ ഞാൻ കുണിക്കും കാത്തനൊക്കെ ഇഡ്ഡലി വായിൽ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും അച്ഛനൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അച്ഛൻ്റെ അമ്മേനെ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങൾ ഇരിക്കുമ്പോഴും ആ 3 ആൾ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. കുണിക്കുമ്പോൾ അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ ഇരുന്നിട്ട് പ്ലേറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. കുണുക്കൻ അച്ഛനോട് വയലച്ചാൻ പറഞ്ഞു, കാത്തുമ്പോൾ ഞാനും വയലച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർക്കും ഫുഡ് കൊടുത്ത് ഞങ്ങളും കഴിച്ചു കേട്ടോ. അവരിങ്ങനെയാണ്, നമ്മൾ ഒരുമിച്ചിരിക്കാൻ അവരൊന്നും കഴിക്കില്ല. പക്ഷേ ആദ്യം കുറച്ച് ഫുഡ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും വയലച്ച് കൊടുത്താൽ അവർ കുറച്ച് ഫുഡ് കഴിച്ചോളും. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ആൾക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് ഇഷ്ടം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഫുഡ് കൊടുത്തിട്ട് പിന്നെ നമ്മളോട് കഴിക്കുമ്പോൾ കുഴപ്പമില്ലാതെ ഒരു 1.5 ഇഡ്ഡലി 2 ഇഡ്ഡലിയുടെ അടുത്ത് കയറിക്കോളും. അല്ലെങ്കിൽ ഒന്നും കഴിക്കില്ല, മടിച്ചാണ്. അപ്പം നേരത്തെ ഡ്രസ്സ് എങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർ ഒല്ലൂരുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഞങ്ങൾ എറണാകുളത്തേക്ക് പോയിട്ട് പോകുമ്പോൾ കണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ റിട്ടേൺ വരുമ്പോൾ ആ ഷോപ്പിൽ കയറി. ഞങ്ങൾക്ക് ഏതാ ഷോപ്പിന്നൊന്നും അറിയില്ല, പേര് പോലും കണ്ടിട്ടില്ല. അവിടെ കയറി ഞങ്ങൾ മേടിച്ചതാട്ടാ. കുഞ്ഞിയ പൂക്കളിടാ കുട്ടിക്ക് ഇഷ്ടാ? അമ്മ വരട്ടെ അമ്മ വന്നിട്ട് നമുക്ക് പൂവൊക്കെ എടുക്കാം. നിന്നെ അപ്പൊ വീഡിയോയിൽ കാണിച്ചു നോക്കട്ടെ കാത്തുമ്മേനെ. അതതിൽ വെക്ക്. പൂ പോണു അതവിടെ വെക്കേ, കവറിൽ വെക്ക് പൂവ്. നീയ പൂവ് ഇടണേ. നിക്ക് അപ്പക്ക് ഡ്രസ്സ് ഒന്ന് കാണിച്ചു നോക്കട്ടെ. അപ്പ നിക്ക് നേരെ തന്നെ ഇങ്ങോട്ട് ഇക്കടി. ഇതാ നമ്മുടെ കുഞ്ഞിന്റെ ഡ്രസ്സ് ഇട്ടാ. ഇഷ്ടായ? മാമനെ വിളിച്ചിട്ട് വാ കുഞ്ഞ. വാ പോവാ മാമനും കാണിച്ചു കൊടുക്കാം. വാ ഞാൻ പോവാട്ടെ. അപ്പൊ പോകുന്നുണ്ട് കേട്ടോ ഇവിടെ. ഹലോ, അപ്പൊ അതാ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. എന്തിനാ ഇറങ്ങിയ വെച്ചാൽ സത്യത്തില് ഉണ്ണികൾക്ക് ഡ്രസ്സ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അമ്മോട് പറഞ്ഞു സദ്യ മേടിക്കണം. ഇന്നലെ ഹോസ്പിറ്റലിൽ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ. വർക്ക് കഴിഞ്ഞ് വന്നു, ഒന്ന് കിടന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങല് നടന്നിട്ടില്ല. ഇന്നലെ രാത്രി 1 മണി വരെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് ഇന്നലെ മേടിക്കാൻ പറ്റില്ല. അപ്പം ഇന്ന് മേടിക്കാൻ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇല്ല, കുട്ടികളുടെ ഡ്രസ്സ്. അപ്പം ഞങ്ങൾ കടകൾ തപ്പി നോക്കട്ടെ. വാഴ, പിന്നെ സദ്യ മേടിക്കണം, പിന്നെ എന്തെങ്കിലും മേടിക്കണം, പിന്നെ ഒന്നുമില്ല. പിന്നെ നേരെ വിട്ടു നമ്മൾ കടകളൊക്കെ നോക്കട്ടെ. ബാക്കി പോയിട്ട് അതിനെ നോക്കട്ടെ. ഇന്ന് ഓണായതുകൊണ്ട് തന്നെ ഒറ്റ കടകളും തുറന്നിട്ടില്ല, 1-2 മാത്രമേ തുറന്നിട്ടുള്ളൂ. അങ്ങനെ ആദ്യത്തെ കടയിൽ കയറിയിട്ട് അമ്മയ്ക്കും കുടിക്കുമ്പോൾക്ക് അവിടുന്ന് ഡ്രസ്സ് എടുത്തു. അമ്മയ്ക്ക് ഞാൻ ഈ വയലറ്റും ബ്ലാക്കും ചുരിദാറില്ലേ അതെടുത്തത്. കാരണം അതിൻ്റെ മെറ്റീരിയൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജോർജറ്റ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ അത് അമ്മയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ ഈ ചുരിദാർ അമ്മയ്ക്ക് കൊടുത്തു. അത് നേരെ വഴുകാൻ നിന്നില്ല. എനിക്ക് അപ്പുറത്തെ ചുരിദാർ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പക്ഷേ നൂലിങ്ങനെ വിട്ട് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതെടുക്കാൻ. പിന്നെ കാത്തുമ്മയ്ക്കല്ല കുണിക്കുമ്പോൾക്കൊരു ബ്ലാക്ക് ഉടുപ്പാട്ടെ ഞങ്ങൾ എടുത്തത്. പിന്നെ അതൊക്കെ മേടിച്ചതിന് ശേഷം അത് ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മളെ കാത്തുമ്മ എടുക്കുന്നുണ്ട് അലമ്പാക്കി വരുന്നുണ്ട് എൻ്റെ അടുത്തേക്ക്. അങ്ങനെ അതാ അമ്മയ്ക്കും കുണിക്കും കിട്ടി. കുണിക്കീര് എനിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പിന്നെ ഇന്ന് എടുത്തു എന്നുള്ളത്. നാളെ വന്നിട്ട് അമ്മയ്ക്കും മാറ്റിയിട്ട് എടുക്കാമല്ലോ. നമുക്കറിയണ ഷോപ്പാണ്. അപ്പം ഞാനവിടെ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെയും കുഴപ്പമില്ല എന്നുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേറെ ഒന്ന് എടുക്കാം. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഞാൻ എടുത്തത്. അമ്മയ്ക്ക് ആ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അതെടുത്ത്. അല്ലേ, കുണുക്കനാണ് കിട്ടേണ്ടത്. പിന്നെ റിട്ടേൺ വരുമ്പോൾ ഞങ്ങൾ സദ്യ എടുക്കാണ്ടായിരുന്നു ഓർഡർ ചെയ്ത ഹോട്ടലിൽ നിന്ന്. ഞാൻ സദ്യ മേടിച്ചു. ഒരു 12 മണി വരെ ടൈം പറഞ്ഞത്. ഞങ്ങൾക്കൊരു 11:45 ഞങ്ങൾ പോയിട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ മേടിച്ചു. കാത്തുമ്പോൾ നോക്കി തല്ലുണ്ടാക്കിയിട്ട് വണ്ടിയിലത്തെ എല്ലാ സാധനങ്ങളും താഴ്ത്തിക്കിടുകയാണ്. അത് ആൾ അപ്പേരെ സ്വഭാവം. അപ്പയ്ക്ക് ദേഷ്യം വന്നാൽ കയ്യിൽ എന്താണ് ഇരിക്കുന്നത് അത് ഒപ്പം നിലത്തിടും. അത് ഭയങ്കര പൊട്ട സ്വഭാവമാണ്. ഒരിക്കൽ ഐഫോൺ മേടിച്ച ടൈമിൽ അത് നിലത്തിടുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ അവൻ ആ പരിപാടി ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ മോൾ ആ പരിപാടി ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ കുണുക്കമോന് 3-4 കടകൾ കയറിയിട്ടാണ് നമുക്ക് അവനുള്ള ഡ്രസ്സ് കിട്ടിയത്. അങ്ങനെ അവനും ഒരു കുട്ടി ബനിയൻ മേടിച്ചു. വേറെ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വലിയൊരു ഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ അത് ആ വീട്ടിലെത്തുമ്പോഴേക്കും അമ്മ പൂക്കളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം പൂക്കളിടാൻ പോവുകയാണ്. ബാക്കി എല്ലാ ദിവസവും നേരത്തെ ഇട്ടാലും പക്ഷെ ഓണത്തിൻ്റെ അന്ന് നമ്മൾ പൂക്കളിടുമ്പോൾ കുറച്ച് നേരം വഴുകാറുണ്ട് കേട്ടോ. അത് ഈ പ്രാവശ്യം ഒന്നും കൂടി കൂടുതൽ വഴുകിയിട്ടുണ്ട്. കനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങളിരുന്നപ്പോൾ ചുറ്റും പിള്ളേർ സെറ്റായിരുന്നു. അയ്യോ ഇവരെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാച്ച നടക്കില്ല കേട്ടോ. അപ്പോൾ കാത്തുമ്പോൾ ചെയ്യാനുണ്ട നടുവിൽ വന്നിരുന്നു. അവൾക്കാണെങ്കിൽ ഭയങ്കര ഇതാണ്. അവൾക്ക് പൂടണം, ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് അലമ്പുണ്ടാക്കിക്കൊണ്ടേയിരിക്കും.
എനിക്കാണെങ്കിൽ പൂക്കളിടുമ്പോൾ ഒരാൾ പോലും നശിപ്പിക്കാൻ പറ്റുന്നത് ഇഷ്ടമല്ല. എനിക്കതൊക്കെ ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് എൻ്റെ മോൾക്ക് ഞാൻ നന്നായി ചീത്ത പറയുക കാര്യത്തിൽ. അങ്ങനെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നമ്മൾ നടുവിൽ കൊടുക്കാറ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വിചാരിച്ചു റെഡും യെല്ലോവും കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ പൂക്കളത്തിൻ്റെ ലാസ്റ്റ് പരിപാടിയിലേക്ക് എത്തി. ഫുള്ള് നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ, കാരണം 1 മണിക്കൂർ 1.5 മണിക്കൂറത്തെ പരിപാടി ഉണ്ടായിരുന്നു. ഇത്ര വലിയ പൂക്കളിടുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ചെറുതാണെങ്കിൽ പക്ഷേ വലിയ പൂക്കളായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും എണ്ണം കൂടിയിട്ട് എത്തോരം നേരെ ഇരുന്നിട്ടാണെന്നറിയാം ഇതൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തത്. അമ്മയ്ക്കൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ, അമ്മയ്ക്ക് ഡ്രസ്സ് മാറിയായിരുന്നു. അമ്മയും അച്ഛനും ഡ്രസ്സൊക്കെ വേണ്ടി അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് നേരത്തിൻ്റെ ഉള്ളിലാണ് ഞങ്ങളിതൊക്കെ ചെയ്തത്. പിന്നെ അത് മേടിച്ചോടുന്ന സദ്യ അമ്മ പൊളിച്ചെല്ലാം റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. 10-13 തരം കറി ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ സദ്യത്തിൽ കറി എണ്ണയില്ല കേട്ടോ, പക്ഷെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കറികളൊന്നും. 1-2 കറിയിൽ അവർ ഉപ്പിടാനേ മറന്നിട്ടുണ്ട്. ഉപ്പ് കുറവ് നല്ല തീരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷെ ആ തിരക്കിൻ്റെ ഉള്ളിലായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ വിചാരിച്ചു. പിന്നെ അതാ ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാണ്ട് എല്ലാം വിളമ്പി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയും ഞാനും കൂടിയിട്ടാണ് ഈ പ്രാവശ്യം വിളമ്പുന്നത്. എല്ലാ പ്രാവശ്യം നിലത്ത് ഞങ്ങൾ ഊണയിക്കിരിക്കുക എല്ലാവരും കൂടിയിട്ട്. അപ്പം അമ്മ കുനിഞ്ഞ് വിളമ്പില്ല എന്ന് പറയും. അമ്മ ആദ്യം ഇരിക്കും, ഞാനും കുഞ്ഞനായിരുന്നു വിളമ്പിയത്. ഇപ്രാവശ്യം മേശയും ഇരുന്നുകൊണ്ട് തന്നെ ഞാനും അമ്മയും കൂടിയിട്ടാണ് കറികളൊക്കെ വിളമ്പി സെറ്റാക്കുന്നത്. അപ്പം അമ്മ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ കൂടുതലും ആ വീഡിയോയുടെ അടുത്തല്ല അമ്മ വിളമ്പും, ബാക്കിയുള്ളതിൽ ഞങ്ങൾ വിളമ്പാന്ന് പറയും. അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്ത് പോകുന്നത്. കാത്തുമ്മയും കുണുക്കനും കുണിക്കും ആദ്യമേ ഇരുന്നിട്ടുണ്ട്. പക്ഷെ കാത്തു ഈ പ്രാവശ്യം ഓണസദ്യ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ആ കലമ്പുണ്ടാക്കിയിട്ടൊക്കെ തട്ടി മാറ്റിയിട്ട് പോവുകയാണ് ചെയ്തത്. കുറേ പപ്പടമൊക്കെ എടുത്ത് പൊടിച്ചിട്ടു എന്നല്ലാതെ ആൾ ഫുഡ് കഴിച്ചില്ല. അത് എനിക്ക് ഭയങ്കര വിഷമമായി ഈ പ്രാവശ്യം അത് കഴിക്കാതെ ആയപ്പോൾ. അത് ആൾക്ക് വയ്യാത്തതുകൊണ്ടാണ്. ആൾക്ക് വയ്യാത്തതിന് വായിക്ക് രുചിച്ചൊന്നുമില്ല. ആ ടൈമിൽ ചെറിയ പനിക്കുന്നുണ്ടായിരുന്നു. കാത്തുൻ്റെ മുഖം നോക്കിയാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട് അവൾക്ക്. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം. പിള്ളേരെല്ലാം അവർക്കറിയില്ലല്ലോ ഓണാണ്, അന്ന് സദ്യ കഴിക്കണം എന്നൊന്നും അവർക്കറിയില്ലല്ലോ. അവർക്ക് തോന്നിയില്ലേ അവർ കഴിക്കില്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ ദിവസമൊക്കെ ഭയങ്കര വിഷമമുള്ള ദിവസം കേട്ടോ. ഓണത്തിൻ്റെ നല്ല കറികളും കൂട്ടി ഒരു പിടിയിലും കഴിച്ചില്ലെങ്കിൽ എനിക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അത് അമ്മ ഈ ഇലയിലിരുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്ന് ഞാൻ ചെറിയ പീസ് എടുത്തിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് കുറേ കറികൾ ഇങ്ങനെ വിളമ്പി വരുന്നതാണ്. ഇങ്ങനെ വീഡിയോ എനിക്ക് തോന്നുന്നു അമ്മ എല്ലാ പ്രാവശ്യം എടുക്കാറുണ്ട്. എല്ലാ കൊല്ലം ഓണത്തിനും വിഷുവിനൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇതേപോലെ അമ്മയിൽ നിന്ന് മോഷ്ടിക്കും. എനിക്കെടുക്കാൻ പറ്റാറില്ല. ഈ പ്രാവശ്യം സ്റ്റാൻഡും എൻ്റെ സ്റ്റാൻഡ് വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളും കയ്യിൽ വെച്ചിട്ടുള്ള വീഡിയോസും അതുപോലെ അമ്മ വീഡിയോ എടുക്കാത്തപ്പോൾ അമ്മയുടെ സ്റ്റാൻഡ് എടുത്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഈ പ്രാവശ്യം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധികം വീഡിയോസൊന്നും ഇല്ല നമ്മളെ കയ്യിൽ. പിന്നെ അതങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. കാത്തുമ്മനെ അപ്പം നിനക്ക് നോക്കിയാൽ കാണാം ആൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ വേണ്ടെന്നുകൊണ്ട് ഇറങ്ങിപ്പോയി. അവളെ പ്ലേറ്റ് അപ്പുറത്ത് കണ്ട കുറേ പപ്പടം പൊടിച്ചിട്ടിട്ട് അതുമൊന്നും ഇറങ്ങിപ്പോയി. അപ്പോൾ ഏട്ടൻ എനിക്ക് വായിൽ വെച്ചെന്നു, ഞാൻ ഏട്ടനൊരു വായ വെച്ച് കൊടുത്തോട്ടെ. ഞങ്ങളെയും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മറ്റേ കൈമ ചെറുതായിട്ടൊരു മുറിവുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്തെ കൈ കൊണ്ട് ഫുഡ് കഴിക്കുന്നത്. എനിക്ക് ആ കൈ തീരെ കറിയിലേക്ക് മുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാനും അതിന് നെഗറ്റീവ് കൊണ്ട് വരണ്ട. പിന്നെ അത് അവിടെ അവൾ കളഞ്ഞ പപ്പടം അവൾ എന്നെ അടിച്ചൊരു വൃത്തിയാക്കുന്നുണ്ട്. ഇവിടെ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാളും തമ്മിൽ രണ്ടാൾക്ക് അടിച്ചു വരണം. അപ്പോൾ കാത്തുമ്മയാണെങ്കിൽ അതൊക്കെ ഒരു പരത്തി ഉണ്ടാക്കും. കുണിക്കിനെ അടിച്ചോട് സമ്മതിക്കില്ല. അപ്പോൾ കുണിക്ക് അതൊക്കെ എടുത്തു കൊടുത്തിട്ട് ആൾ നല്ല വൃത്തിയിൽ അടിച്ചു വരുമ്പോൾ കാത്തു വീണ്ടും എല്ലാം ഉണ്ടാക്കും. കുറേ നേരം വരെ അടിൻ്റെ ആയിരുന്നിട്ട് ഇങ്ങനെ ഈ നാത്തൂന്മാരൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കേസിൽ പോരെടുക്കുക. അതേപോലെ ആയിരുന്നു രണ്ടാളും. ഞാൻ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, റിജോ. അവൻ കുറേ നാൾക്ക് ശേഷമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവനോട് അച്ഛനമ്മയ്ക്ക് വർത്തമാനം പറയായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് പുറത്ത് പോകാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അച്ചാച്ചനും അമ്മാമ്മയ്ക്കുള്ള ഓണക്കോടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം കാത്തുമ്പോണ്ടാണ് ഓണക്കോടി കൊടുപ്പിക്കുന്നത്. അങ്ങനെ അച്ഛനുള്ള ഓണക്കോടി കൊടുത്തു. ഈ ഷർട്ട് പിന്നെ അച്ഛൻ കണ്ടിട്ടുള്ളതാണ്. അച്ഛനോട് ഇട്ട് നോക്കിച്ചിട്ട് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. അന്ന് പിന്നെ അമ്മയ്ക്ക് ആർക്കും അവിടുന്ന് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒരിക്കലും ഞാൻ ഒറ്റ പോയി എടുത്തപ്പോൾ അമ്മയ്ക്കുള്ള നോക്കി. അപ്പം പറഞ്ഞു എന്തിനെ ഇത്ര വില കൊടുത്ത് മേടിക്കുന്നത്, എനിക്ക് പ്രാന്താന്നോട്ട് എന്നെ ഇടിക്കാൻ കുത്തിയതാണ് അത് കാണുന്നത്. പിന്നെ അത് നമ്മളെ കുണുക്കമ്മോനുള്ളത് നമ്മളെ കുണിക്കയ്ക്ക്. അങ്ങനെ എല്ലാവർക്കുള്ള ഡ്രസ്സൊക്കെ കൊടുത്തു കാത്തുമ്മ. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നത് എന്തിനാ ഇതൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വർഷത്തിലൊരിക്കലും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വർത്താനം പറയുന്നതാണ്. ഏട്ട ഈ ടൈമിലുണ്ടായിരുന്നില്ല കേട്ടോ. ഏട്ട അവിടെ വർത്താനം പറയുമായിരുന്നു അവനോട്. അപ്പോൾ അത് അമ്മയ്ക്ക് കുടിക്കുമ്പോഴേക്ക് ഉടുപ്പ് അമ്മ പോയി നോക്കിയിട്ടുള്ള തന്നെയായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ള ഉടുപ്പ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ
എല്ലാവരും കൂടി ചെറിയ വീഡിയോസൊക്കെ എടുത്തു. കാത്തു പോകേണ്ട, അവൾക്ക് തീരെ വയ്യട. അപ്പോൾ അവൾ ഭയങ്കര വാശിയിലാണ്, ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിപ്പന്നെയായിരുന്നു ഫുൾ ടൈമും. പിന്നെ അതാ ഇവിടെ 3 ആൾ അടി ഉണ്ടാക്കുക. 3 ആൾക്ക് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം. കാത്തുമ്മയ്ക്കാണെങ്കിൽ ലോകത്തില്ലാത്ത കുശുമ്പ, അവൾ മാത്രം എൻ്റെ അടുത്ത് ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ള ആളവൾ. പിന്നെ അതാ നമ്മൾ ഫാമിലിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അച്ഛനും അമ്മയും ഉണ്ണികളും പിന്നെ ഞാനും ഏട്ടനും കാത്തുമ്മയും അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഓണം അവിടെ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും കുണിക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടേക്ക് ഒരു 6 മണിയാകുമ്പോൾ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങോട്ട് പോയി. പിന്നെ രാത്രിക്കുള്ള ഫുഡ് മേടിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാട്ടേക്ക് കാണുന്നത്. അപ്പോൾ കുണിക്കുമ്പോൾ ഇന്ന് ഷവർമ്മേനെ വേണം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഷവർമാക്സ് അന്ന് ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഷവർമ്മ മേടിച്ചു. ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ പ്രാവശ്യം ഓണത്തിന് അന്ന് രാത്രിത്തെ ഫുഡ് കഴിക്കുമ്പോൾ അവരില്ലെങ്കിൽ ഒരു വിഷമമാണ്. അപ്പോൾ അങ്ങനെ അവിടെ പോയിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള ബൈ.